ഇനി മുതൽ പ്രായം എത്രയായാലും യൗവനം നിലനിർത്താനും എത്ര കൊഴിഞ്ഞ കഷണ്ടിയിലും മുടി കിളിർക്കാനും ഈ കാണുന്ന കുരു എണ്ണ കാച്ചി തലയിൽ തേച്ചാൽ മതി. ഇന്നേ ഞാൻ നമ്മുടെ സ്വന്തം അടൂരാണുള്ളത്. ഇതാണ് ആവണക്ക്. ഈ ആവണക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ആവണക്ക് നമുക്ക് ഈ ഒരു കഷണ്ടിയുള്ള തലയില്ലേ, ആ ഒരു കഷണ്ടിയുള്ള തലയിൽ പോലും നമുക്ക് മുടി കിളിർപ്പിക്കാൻ പറ്റിയ ഒരു ഇലയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആവണക്കെന്ന് പറയുന്നത്. അതെ, ഇതിൻ്റെ ഉണങ്ങിയ ഒരു വിത്ത് അല്ലെങ്കിൽ അരിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇത് പച്ച അരിയാണ്. ഇത് പച്ച അരി ഇരിപ്പുണ്ട്. അതുപോലെ നമ്മുടെ നല്ല ഉണങ്ങിയ ഈ ഒരു വിത്തും ഇരിപ്പുണ്ട്. ആവണക്കെണ്ണ വയറിളക്കാനൊക്കെ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഈ ഒരു മുടി കൊഴിച്ചിലിന് ഏറ്റവും ബെറ്റർ ഒരു സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒരു ആവണക്ക് എന്ന് പറയുന്നത്. ആവണക്കിൻ്റെ എന്തും ചെയ്യാം, അതായത് എന്തും എടുക്കാം. ഇതിൻ്റെ വേരാണെങ്കിലും തണ്ടാണെങ്കിലും ഇലയാണെങ്കിലും അതല്ല ഈ പറയുന്ന അരി ഉൾപ്പെടെ എന്തെടുത്താലും എല്ലാം ഔഷധമാണ്. ഒന്നുപോലും ഇതിനകത്ത് നിന്ന് കളയാനില്ല. അപ്പം അത്രമാത്രം നല്ല സാധനമാണ്. ഇതെടുത്ത് എണ്ണ കാച്ചി നമ്മുടെ തല തിരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കഷണ്ടി ആയ തലയിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള മുടി കിളിർക്കാൻ ഈ ഒരു സാധനം വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണയുടെ മറ്റൊരു ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്നറിയോ? നമ്മുടെ ഈ ഒരു യുവത്വം, അതായത് നമ്മുടെ മുഖത്തെ ഈ ഒരു യുവത്വം നിലനിർത്താനെ കൊണ്ട് ആവണക്കെണ്ണയ്ക്ക് ശക്തിയുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മുടെ ഇതിനകത്ത് നിന്ന് എണ്ണ ഉണ്ടാക്കിയിട്ട് ദിവസവും ഒരു അരമണിക്കൂറോളം നമ്മൾ ഈ ഒരു എണ്ണ നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവത്വം എന്നേക്കുമായി നിലനിൽക്കുമെന്നാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു വന്നിരുന്നത്.